Conquer the world with love. Sumo Boche. Everybody. Come on. ബോച്ചെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് കഠിനമായ ഹൃദയങ്ങളെ അതേമാതിരി അഹങ്കാരികളെയൊക്കെ ഹൃദയം തുറന്ന താക്കോലാണ്. സ്നേഹം എന്താണ്? ഇപ്പോൾ ഒരു 10 ലക്ഷം റുപ്യ ഒരുത്തൻ്റെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അഹങ്കാരമായി. അവൻ പാവപ്പെട്ടവരെ മനസ്സിലാക്കില്ല, വില വെക്കില്ല. എന്നാൽ ബോച്ചെ അങ്ങനെ അല്ല. ബോച്ചെ പിന്നെ എത്രയോ ഈ ലോകത്ത് ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയും എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ അതൊക്കെ ഇയാളെ ഈ ഒരു നന്മയുള്ള വിത്ത് ചെയ്യുമ്പോൾ ഉള്ള നന്മയുള്ള ആൾക്കാരെ പുറലോകം കാണുന്നത് ഭ്രാന്തനായിട്ടാണ്, അത് കഴിവില്ലാത്തവന്മാരാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ബോച്ചെ ഒരു കഠിന ഹൃദയത്തിൻ്റെ തുറന്ന താക്കോലാണ്. എത്ര തലമുറയും ഈ പേര് പറയും. അപ്പോൾ അങ്ങനെ ഒരു നന്മ ഒരുപാട് പാവപ്പെട്ടവരാണ് പുള്ളി സഹായിച്ചിട്ടുള്ളതും. പുള്ളി പിന്നെ കട വെച്ചിട്ട് കൊടുത്തിട്ടും അങ്ങനെ പല രീതികളും. മറ്റുള്ള സമൂഹത്തിലുള്ള മറ്റുള്ള ബിസിനസ്സുകാരെ നോക്കുമ്പോൾ പുള്ളി ഒരുപാട് വ്യത്യസ്തനാണ്. അപ്പോൾ പുള്ളിയെ ഞാൻ ആരാധിക്കുന്നു. എന്താ പറയുക, ഒരു റിയൽ ഹീറോ. ആരാധകന, ഒരു റിയൽ ഹീറോ. അങ്ങനെ ഞാൻ ആരെയും ആരാധിക്കാത്ത ഒരു മനുഷ്യനാണ്. നമ്മൾ 0 ലെവലിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബോച്ചയെപ്പോലെ ആൾക്കാർ വേണം ഈ നാടിനെ ഭരിക്കാൻ. അങ്ങനെ ഒരു നന്മയുള്ള മനസ്സ്. ഇലക്ഷന് നിൽക്കണം ആണ് പറയുന്നത്. അങ്ങനെ ഇലക്ഷൻ നിൽക്കണമെങ്കിൽ ഞാൻ ബോച്ചയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കും. അങ്ങനെയാണ് ഞാൻ ഇറങ്ങും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. എന്താ അറിയോ, അയാൾ ഒരു നന്മയുള്ള മനുഷ്യനാണ്. നന്മ എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല, ചെറിയ കാര്യമല്ല. ഓരോ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഠിനമായ ഹൃദയമുള്ള. ഇപ്പോൾ മുഖ്യമന്ത്രി ആർക്കും വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? മുഖ്യമന്ത്രി ആര് തിരഞ്ഞെടുത്ത ആളാണ്? ജനം തിരഞ്ഞെടുത്ത ആളാണ്. ജനസേവകനാണ്. കസാലയിൽ മാത്രം ഇരുന്നാൽ പോരാ. അതേമാതിരി ഓരോ ഉദ്യോഗസ്ഥന്മാരും ഓരോ സ്ഥാപനത്തിലുള്ള ആൾക്കാരും ഓരോ ബക്കറ്റ് ഏന്തികളും, ഈ ബക്കറ്റ് പിച്ചക്കാരെ പോലെ ഏന്തി ജനങ്ങളെ പൈസ തിന്നുന്നവന്മാരൊന്നും ഒരുത്തനും ഈ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ല. അവന് പാർട്ടിക്ക് വേണ്ടിയും അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോച്ചെ അങ്ങനെയല്ല, വ്യത്യസ്തനാണ്. അതുകൊണ്ട് ബോച്ചയെ ഞാൻ ആരാധിക്കുന്നു. വേറെ സുമോ ബോച്ചെ പറഞ്ഞാൽ സുരേഷ് മേപ്പാടി ഈസ് ബോച്ചെ. ഞാൻ അങ്ങനെ ആരെയും ആരാധിക്കാത്ത മനുഷ്യനെ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഭയങ്കര നന്മയുള്ള മനുഷ്യനാണ്. പിന്നെ നല്ല ബുദ്ധിമാൻ, മറ്റുള്ളവരെ ഇതിൽ ഒരു വ്യത്യസ്തനായിരിക്കും. എന്നെയും ട്രോൾ അടിക്കണം. അത് തന്നെ, ബുദ്ധിയുള്ള കാര്യങ്ങൾ 1000 പേജ് മറച്ച് നോക്കിയ ആൾക്കാരെ നോക്കുമ്പോൾ ഒന്നും മറച്ചു നോക്കാതെ എനിക്ക് ഭ്രാന്തനായി തോന്നും. അപ്പോൾ അതല്ല, അവനറിവില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബോച്ചെ ഈസ് റിയൽ ഹീറോ. അയാൾക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ബോച്ചയുടെ അത്ര പെർഫെക്റ്റ് ആക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ബോച്ചയേ ഉള്ളൂ. ബോച്ചെ ഇപ്പോൾ ഒരുപാട് സിനിമാ നടന്മാർ, ഒന്നിനും പറ്റാത്ത സിനിമാ നടന്മാരെ അനുഗ്രഹിക്കുന്നതിനെക്കാട്ടും നല്ലത് എൻ്റെ അപ്പോൾ സിനിമ നടന്മാരെ ഒന്നിനും പറ്റാത്ത കറുത്ത സ്ഥലത്ത് വെളുത്ത പൊടി തേച്ച് നടക്കുന്ന സിനിമ നടന്മാരെ പുറകെ നടക്കാണ്ട്, ചൊറി പിടിച്ച മുഖത്ത് പിന്നെ വെളുത്ത പൊടി തേച്ച് നടക്കുന്ന സിനിമ നടന്മാരെ പുറകെ നടക്കാണ്ട്, ഇരുണ്ട ഹൃദയത്തിൽ വെളുത്ത ചിരി കാണിച്ച് നടക്കുന്ന സിനിമ നടന്മാരെ പുറകെ നടക്കാണ്ട് നിങ്ങൾ ബോച്ചയെ സ്നേഹിക്കൂ. അയാൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളെ സ്നേഹത്തെ തിരിച്ചറിയുന്നു. ബോച്ചയെ എതിർക്കാന്ന് പറയുന്നത് എന്താണ്, കിണറ്റിലുള്ള തവളകളാണ്, ബട്ടന്മാരാണ് അവന്മാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവന്മാർ ഞാൻ പറയുന്നു, അവന്മാരെ എതിർക്കുന്നവന്മാർ പെരും പട്ടികളാണ്. അവർ എന്താ പറയുക, അവന്മാരൊക്കെ ഒരു പ്രാവശ്യം കൂടിയും പഠിക്കുക. ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്തവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനാണ് ഈ ലോകം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ അതിനെ തിരിച്ചും മറച്ചും അവർക്ക് ഒരു പാഠമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് റിയൽ സൂപ്പർ സ്റ്റാർ, റിയൽ ഹീറോ ആണ് ബോച്ചെ.